എന്താണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ? ഫൈൻ ലൈൻസ് ആണോ, റിങ്കിൾസ് ആണോ, ഡാർക്ക് സ്പോട്ട് ആണോ, പിഗ്മെൻറ്റേഷൻ ആണോ, സാഗിങ് ആണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്രീമുകൾ നമ്മുടെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയും സാഗിങ്ങിനെയും ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും സ്കിന്ന് നല്ല ഫേം ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രീമുകൾക്കൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും. എന്തായാലും ഒരു നല്ല ആൻറ്റി ഏജിങ് ക്രീമിന് ഒരു 1000 എബോവെങ്കിലും ആകാറുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡബിൾ ആകണമെന്നില്ല. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് സ്കിന്നിനെ ഒരു നാച്ചുറൽ വേയിൽ റിജുവിനേറ്റ് ചെയ്യുകയും സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും വളരെ യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും. അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലപ്പോഴും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, അത് വളരെ ഗ്രാജ്വലി സംഭവിക്കുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളത് അറിയാതെ പോകുന്നത്. ചില പരിചയക്കാരെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒരുപാട് പ്രായമായി പോയല്ലോ എന്ന് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുമോ? ഇല്ല, മറിച്ച് പണ്ട് കണ്ടതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ, ഒരു മാറ്റവുമില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മുഖം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിക്കുക. എന്നിട്ട് എന്ത് പ്രശ്നങ്ങളൊക്കെയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള റെമഡീസൊക്കെ ട്രൈ ചെയ്യുക. സ്വയം ഒന്ന് സ്നേഹിച്ചു തുടങ്ങുക. അപ്പോൾ തന്നെ എല്ലാം മാറും. നമുക്ക് നമ്മെ തന്നെ നോക്കാനും നന്നായിട്ട് നടക്കാനും എല്ലാത്തിനും സാധിക്കും. ഞാനിത് പറയാൻ കാരണം ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, പഴയ പോലെയൊന്നും നന്നായിട്ട് നടക്കാൻ സാധിക്കാറില്ല, തോന്നാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ആരംഭിക്കുമ്പോൾ തന്നെ, ഒരു സെൽഫ് ലവ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെയും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക, സ്വയം സ്നേഹിച്ചു തുടങ്ങുക. അപ്പോൾ തന്നെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 5 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ ആദ്യത്തേത് കോക്കനട്ട് മിൽക്കാണ്, തേങ്ങാപ്പാലാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ തേങ്ങാപ്പാലിൽ. ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളമായിട്ടുണ്ട്. പ്രായമാകുമ്പോൾ സ്കിന്ന് വളരെയധികം ഡ്രൈ ആവുന്നു, അതുകൊണ്ടാണ് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിലെ ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ എയും ഇയും ഒക്കെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്കിന്നിനെ നല്ല ടൈറ്റൻ ആക്കാനും ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻസും ഒക്കെ ധാരാളമായിട്ടുള്ളത് കൊണ്ട് സ്കിൻ റീജനറേഷന് വളരെയധികം സഹായിക്കുകയും ഡാമേജ്ഡ് സ്കിൻ സെൽസിനെയൊക്കെ പരിചരിച്ചുകൊണ്ട് ഏജിങ് സൈൻസിനെയൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കറിക്കെടുക്കുന്നതും എണ്ണ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഈ തേങ്ങാപ്പാലിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കോക്കനട്ട് മിൽക്കാണ്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ജെല്ലാണ്. സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. ഇത് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ആൻറ്റി ഏജിങ് ഗുണങ്ങളാൽ സമ്പന്നമാണ് ഫ്ലാക്സീഡ് ജെൽ എന്ന് പറയുന്നത്. ഇത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ടും ഈ ഫ്ലാക്സീഡ് ജെല്ല് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും ആയുർവേദ ഷോപ്പിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു 40-50 രൂപയൊക്കെ ഇതിനാവുകയുള്ളൂ. പക്ഷേ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്ലാക്സീഡ് ജെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലാക്സീഡ് ജെല്ല് നമ്മളൊരു ബോട്ടിലാക്കി വെച്ച് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളരാനായിട്ടും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേറ. അലോവേറയിൽ ധാരാളമായിട്ടുള്ള വാട്ടർ കണ്ടന്റും വൈറ്റമിൻ ഇയും പോളിസാക്കറൈഡ്സും ഒക്കെ സ്കിന്നിനെ വളരെയധികം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി യൂത്ത്ഫുൾ ആയിട്ട് നിലനിർത്താനുമായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഫ്രഷ് അലോവേറ ജെൽ ആവശ്യമില്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ മതിയാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക്, ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹൊഹബ ഓയിലാണ്. ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണിത്.
സ്കിന്നിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ഓയിൽ. നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. ഞാൻ ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് നോക്കി വാങ്ങാവുന്നതാണ്. ഇനി ഹൊഹബ ഓയിലിന് പകരം വേറെ ഏത് ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ഹൊഹബ ഓയിൽ തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഓയിലാണ് നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി 5ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. നമുക്കറിയാം കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഇലാസ്റ്റിസിറ്റിയൊക്കെ കൂട്ടുവാനും സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റി സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനുമായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൻ സ്കിൻ ടോൺ ഇതിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്ന് നല്ല ഈവൻ ടോൺ ആക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 5 ഇൻഗ്രീഡിയൻസ് ആണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തേങ്ങാപ്പാലാണ്, രണ്ടാമത്തേത് ഫ്ലാക്സീഡ് ജെല്ലാണ്, മൂന്നാമത്തേത് അലോവേറയാണ്, നാലാമത്തേത് ഹൊഹബ ഓയിലാണ്, 5ാമത്തേത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഈ 5 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് തയ്യാറാക്കാനായിട്ട് നിങ്ങളൊരു തേങ്ങ എടുത്ത് അതിൽ നിന്ന് തേങ്ങാപ്പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. ഇത് ഒരു ഓവർനൈറ്റ് വെക്കണം. പിറ്റേന്ന് രാവിലെ നമ്മളിതെടുക്കുമ്പോൾ ഈ തേങ്ങാപ്പാൽ മുകളിൽ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയും താഴെ വെള്ളമായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം മാറ്റിയിട്ട് ഈ തേങ്ങാപ്പാൽ, കട്ടയായിട്ടിരിക്കുന്ന തേങ്ങാപ്പാലെടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് ഒരു ക്രീം പരുവത്തിൽ നമ്മളാക്കിയെടുക്കുക. മിക്സിയിലിട്ടല്ല, അല്ലാതെ തന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് ഇങ്ങനെ അത് ഉടച്ച് അത് നല്ല ക്രീമാക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഫ്ലാക്സീഡ് ജെല്ല്, 1 ടീസ്പൂൺ അലോവേറ ജെല്ല്, 1/2 ടീസ്പൂൺ ഹൊഹബ ഓയിൽ, 3 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ക്രീമാണിത്. അപ്പോൾ ഈ ക്രീം തയ്യാറാക്കാനായിട്ട് ഫ്ലാക്സീഡ് ജെല്ലാണ് എടുക്കേണ്ടത്, അത് മറന്നു പോരുത്. അല്ലാതെ അത് പൊടിച്ച്, അതിൻ്റെ പൊടിയല്ല നമ്മൾ ഇതിന് ആവശ്യമായിട്ടുള്ളത്, ജെല്ലായിട്ട് തന്നെ വേണം ഇത് എടുക്കാനായിട്ട്. അത് അറിയാമല്ലോ, ഫ്ലാക്സീഡ് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ജെൽ ഫോമിൽ നമുക്ക് കിട്ടും. അത് അരിച്ചെടുത്ത് നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇത് നൈറ്റ് ടൈമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ആൻറ്റി ഏജിങ് ക്രീമാണിത്. എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അധിക ചിലവുകൾ ഒന്നും തന്നെ ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാൻ മറക്കരുത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ക്രീമാണ്. നമുക്ക് അധികം വിലയൊന്നും കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, യാതൊരു കെമിക്കൽസും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.